പാർത്ഥനായ, എത്ര ധനുർധരനായ പാർത്ഥൻ. അവിടെ കർമ്മവും ധർമ്മവും നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി നമുക്കുള്ള കായിക ശേഷിക്കൊപ്പം അതാണ് അർജുനൻ. ആ കായിക ശേഷിക്കൊപ്പം ധനുർധരനായ പാർത്ഥനോടൊപ്പം എത്ര യോഗേശ്വരനായ കൃഷ്ണനും കൂടി ഉണ്ടാകുമ്പോഴാണ് അതാണ് ആധ്യാത്മിക ശക്തി എന്ന് പറയുന്നത്. ഈ ആധ്യാത്മിക ശക്തി നേടിയെടുക്കുവാൻ വേണ്ടി, നമുക്ക് കർമ്മശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കിട്ടിയ രണ്ട് അവതാരങ്ങളാണ് വാസ്തവത്തിൽ അർജുനനും ശ്രീകൃഷ്ണനും. നാം മനസ്സിലാക്കേണ്ട, നാം അറിയേണ്ട, നാരായണീയത്തെയും ഭഗവത്ഗീതയെയും ഭാഗവതത്തെയും ഒക്കെ ആവർത്തിച്ച് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ അവിടെയാണ്. ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ സഹായം നേടുവാൻ വേണ്ടി ദുര്യോധനനും വന്നു, അർജുനനും വന്നു. അർജുനൻ ആദ്യം ദുര്യോധനനോട് പറഞ്ഞു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ യുദ്ധത്തിന് സഹായിക്കണം. അപ്പം ഞാൻ ഒരു ഉറപ്പ് നൽകാം, ഞാൻ യുദ്ധത്തിൽ ആയുധമേന്തി ഇറങ്ങിത്തിരിക്കില്ല, ബാക്കി എന്താ വേണ്ടത്. സുയോധനന് വളരെ സന്തോഷമായി. ഭഗവാൻ യുദ്ധത്തിനില്ല, ജയിച്ചു, മതി, ബാക്കി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു പോയി. പക്ഷേ അവിടെ ചെന്ന് ആ സുയോധനന്, വളരെ ശക്തനായ സുയോധനന് ഭഗവാന്റെ പട മുഴുവൻ, ഭഗവാൻ കൊടുക്കാവുന്ന എല്ലാ സഹായങ്ങളും, സൈന്യ സഹായങ്ങളും കൊടുത്തിട്ട് പോലും പടക്കളത്തിൽ തുടതല്ലി പൊട്ടിച്ച് ചിതറി കിടന്ന് ഭഗവാനെ വിളിക്കേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായില്ലേ? അവിടെയാണ് ആത്മീയമായ ശക്തി. ഭീമനും ദുര്യോധനനും തമ്മിൽ നോക്കിയാലും കരുത്ത് ഭീമനായിരുന്നെങ്കിലും പയറ്റിൽ അഭ്യാസമുറകൾ കൂടുതൽ അറിയാമായിരുന്നത്, തന്ത്രങ്ങൾ അറിയാമായിരുന്നത് ദുര്യോധനനായിരുന്നു. പക്ഷേ അവിടെ ഭീമനോട് നേരിട്ട് ദുര്യോധനൻ ഇല്ലാതാകുന്ന ഘട്ടമുണ്ടാകാൻ കാരണം ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തി ഭീമന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഭീമമായ ശക്തിയുള്ള ആളുകൾക്ക് പോലും അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ആത്മീയ ബലം കൊടുക്കുക, ആ ആത്മീയ ബലം കൊടുക്കുന്ന പ്രവർത്തനമാണ് വാസ്തവത്തിൽ നാരായണീയത്തിൻ്റെ ആവർത്തിച്ചുള്ള പാരായണം കൊണ്ട് നാം ചെയ്യുന്നത്. അങ്ങനെ അഷ്ടാംഗ ഹൃദയത്തിൻ്റെ, ആരോഗ്യകലയുടെ, ആരോഗ്യശാസ്ത്രത്തിന് പുതിയൊരു ശാസ്ത്രം എഴുതി ചേർക്കുക കൂടിയായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്ന് വേണം നാം നാരായണീയത്തിൻ്റെ ആസ്വാദനത്തിൽ മനസ്സിലാക്കേണ്ടത്. ഭഗവത് കഥാകഥനവും സംസ്കൃതത്തിൻ്റെ പ്രോജ്വലനവും വ്യാകരണത്തിൻ്റെ പ്രയോഗവും ഒക്കെ ഒന്നുമല്ലാതെ അതിനപ്പുറത്തേക്ക് നാരായണീയം നൽകുന്ന ഒരു വലിയ ധർമ്മമുണ്ട്. ആ ധർമ്മം ഉൾക്കൊള്ളുമ്പോഴാണ് നാം വളരെ വലിയ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുകയും ഭഗവത്ഗീത പോലെയുള്ള അതിശാസ്ത്രീയമായ അതിഗഹനമായ തത്വങ്ങളെപ്പോലും അറിയാതെ പാരായണത്തിലൂടെ നാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ച് സാന്ദ്രാനന്ദമായ ഭഗവാനെ അവതരിപ്പിച്ച് ഓരോ ഘട്ടത്തിലൂടെയും നമ്മളെ വളർത്തി കൊണ്ടുവന്നിട്ട് നിഷ്കളമായ ആ ബ്രഹ്മോപാസനയിലേക്ക് നാരായണീയം എത്തിച്ചേർക്കുമ്പോഴാണ് 98-ാം അധ്യായം എന്ന് പറയുന്ന നാരായണീയത്തിൻ്റെ അധ്യായം. എല്ലാവർക്കും അറിയാവുന്ന യസ്മിന്നേതദ്വിഭാദം യദയിദം അഭവദ്യേന ചേദം യേതദ്യോസ്മാദ് ഉത്തീർണ രൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസ യോ വാചാം ദൂരദൂരേ എന്ന് ആരംഭിക്കുന്ന ആ ദശകമുണ്ടല്ലോ, ആ ദശകത്തിൽ നാം കാണുന്ന ഭഗവാൻ, നമ്മുടെ ചുറ്റും പ്രപഞ്ചത്തിൽ മുഴുവൻ ഭഗവാനെയാണ് നാം കാണുന്നത്. നാം ഭഗവാനെ എല്ലാറ്റിലും കാണുകയും ഞാൻ തന്നെ ഭഗവാനാണെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് ആ 98-ാമത്തെ അധ്യായം. ആ അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുണ്ട്. ഭഗവത്ഗീതയിൽ